നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ഹീന യുസ്ബിഹു, രാവിലെയായാൽ, വഹീന യുംസി, അതേപോലെ തന്നെ വൈകുന്നേരമായാലും എന്താണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ്. വബിഹംദിഹി, സർവസ്തുതികളും അവനാകുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും, സൃഷ്ടികൾക്കുള്ള എല്ലാ പോരായ്മകളിൽ നിന്നും സ്രഷ്ടാവ് മുക്തനാണ് എന്ന് പറയുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഉറക്കമില്ല, അവന് മയക്കമില്ല, അവന് മരണമില്ല, അവന് അവസാനമില്ല, അവന് തുടക്കമില്ല, അവൻ പിശുക്കനാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൈ കെട്ടിയിട്ടതാണ് എന്ന് ചിലർ പറഞ്ഞു. അത്തരത്തിലുള്ള ഒന്നും അള്ളാഹുവുമായി ചേർത്ത് പറയാവതല്ല. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് ചിലർ വാദിച്ചു, ആ നിലക്ക് പറയാവതല്ല എന്നിങ്ങനെ തുടങ്ങി റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ച് സൃഷ്ടികളിൽ പലരും ആരോപിച്ച എല്ലാ ആരോപണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പറയുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അതിൻ്റെ കൂടെ വബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട്, അഥവാ അവൻ്റെ എല്ലാ സ്തുതി കീർത്തനങ്ങളും പാടിക്കൊണ്ട്. അവന് തുടക്കമില്ല, അവന് ഒടുക്കമില്ല, അവന് മരണമില്ല, അവൻ അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ അൽ ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അവൻ അലീമാണ്, അസീസാണ്, ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ് എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാ സ്തുതികീർത്തനങ്ങളും, ഈ സ്തുതികീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടും അവന് അനുയോജ്യമല്ലാത്തതിൽ നിന്ന് അവനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടും ഞാൻ അവനെ സ്തുതിക്കുന്നു, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയലാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ് എന്നതിനൊരു മഅനയാണ്, വബിഹംദിഹി എന്നതിന് മറ്റൊരു മഅനയാണ്. സുബ്ഹാനല്ലാഹ് എന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്, വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്തുതികീർത്തനങ്ങൾ പാടലാണ്. രണ്ടും യഥാർത്ഥത്തിൽ സ്തുതികളാണ്. ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും പറഞ്ഞാൽ എത്ര തവണ പറയണം? 100 മറത്തിൻ, 100 തവണ പറയണം. അപ്പോൾ എണ്ണത്തിന് പ്രാധാന്യമുണ്ട്. 100 തവണ പറഞ്ഞാൽ എന്നാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി. ഖിയാമത്ത് നാളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലവുമായി അയാളാണ് വരിക. വേറെ ആർക്കും അയാളെ മറികടക്കാൻ കഴിയില്ല. അതാണ് ശ്രേഷ്ഠതയിലും സ്വർഗത്തിന്റെ ഔന്നിത്യത്തിലും അയാളെ മറികടക്കാൻ ആർക്കും കഴിയില്ല. ആർക്കൊഴികെ? ഇല്ല അഹദുൻ ഖാല മിസ്ല മാ ഖാൽ. അതേപോലെ പറഞ്ഞ മറ്റൊരാളുണ്ടെങ്കിൽ രണ്ടാളും ഒരുമിച്ചായിരിക്കും. അതേപോലെ 3 ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആളും ഒരുമിച്ചായിരിക്കും. അല്ലെങ്കിൽ ഔ സാദ അലൈഹി, അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ അവരുമായിരിക്കും. അപ്പോൾ 100ൽ മതിയാക്കണമെന്നില്ല. മിനിമം 100എങ്കിലും പറയുക, രാവിലെയും വൈകുന്നേരവും. എന്നാൽ 100ൽ വർദ്ധിപ്പിക്കാമോ? 100ൽ പിന്നെ എത്രയും വർദ്ധിപ്പിക്കാം. അവിടെ പിന്നെ എണ്ണം പിടിക്കണ്ട. 100ൽ എത്രയും വർദ്ധിപ്പിച്ചാൽ അത് ദിക്റുല്ലാഹി കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന ദർജയിലേക്ക് വരും. അപ്പോൾ 100 കഴിഞ്ഞാൽ പിന്നെ എണ്ണേണ്ടതില്ല, എത്രയും ആവട്ടെ, പക്ഷെ 100 വരെ എണ്ണുക. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് രാവിലെ 100, വൈകുന്നേരവും 100 തവണ. അതിൽ കൂടിയാൽ ഖൈറാണ്. ഖിയാമത്ത് നാളിൽ അവർ ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസ്ഥയിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അത് വളരെ കുറഞ്ഞ സമയം മതി, 1.5 മിനിറ്റ്, 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ മതി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറയാൻ. നിങ്ങളൊന്ന് എണ്ണി നോക്കിയിട്ട് മിനിറ്റ് നോക്കൂ. പക്ഷെ അതിൻ്റെ ഫള് എത്രയാണ്? ഇത്രയും ഒരു 1.5 മിനിറ്റ് ഇത് പറയാൻ നമ്മൾ വിട്ടുപോയാൽ അത് ജീവിതത്തിൽ വളരെ വലിയൊരു നഷ്ടമാണ്. മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കുന്നവരാണ്, മണിക്കൂറുകൾ നമ്മൾ കഥ പറയുന്നവരാണ്, മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നവരാണ്. 1.5 മിനിറ്റിൻ്റെ ഏറ്റവും അഫ്ളലായി ദിക്ർ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ രാവിലെയും വൈകുന്നേരവും മറന്നു പോവാതെ ചൊല്ലുക.